ഗാസയുടെ നവീകരണ പദ്ധതിയിൽ നിർണായക ചുവടുവെപ്പുമായി ഇസ്രായേൽ. ഗാസയെ പുനർനിർമ്മിക്കുക എന്ന ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും പദ്ധതികൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ മന്ത്രിസഭയിൽ ഗാസയ്ക്ക് വേണ്ടി ഒരു സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. ഗാസയിൽ നിന്നും പാലസ്തീൻ ജനങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ട നടപടികൾ ഈ സമിതി സ്വീകരിക്കും. സർക്കാരിന്റെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന COGAT തലവൻ മേജർ ജനറൽ റസൻ ഏലിയൻ, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മിലിറ്ററി സെക്രട്ടറി ജനറൽ റോമൻ ഗോഫ്മാൻ, ഇസ്രായേൽ കാറ്റ്സിന്റെ മിലിറ്ററി ബ്രിഗേഡിയർ ജനറൽ ഗായ് മാക്സിനോ, IDF ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻ ചീഫ് ബ്രിഗേഡിയർ ജനറൽ എലാഡ് ഗോറൻ എന്നിവർ സമിതിയിൽ അംഗങ്ങളാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അധ്യക്ഷനായ യോഗത്തിലാണ് പുതിയ സമിതി രൂപീകരിക്കപ്പെട്ടത്. സ്വമേധയാ ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന ഫലസ്തീനികളെ ഏകോപിപ്പിക്കാനും സഹായിക്കാനും ഈ സമിതി പ്രവർത്തിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. തകർന്ന ഗാസയിലെ ജനങ്ങളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷം ഗാസയെ ഒരു റിസോർട്ട് സ്ട്രിപ്പായി പുനർനിർമ്മിക്കാനുള്ള പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അവതരിപ്പിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ട്രംപിന്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ഗാസയ്ക്ക് വേണ്ടി ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് ഇസ്രായേലും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും കര, വായു, കടൽ മാർഗങ്ങളിലൂടെ അവരുടെ യാത്ര സുഗമമാക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ചില ചെറിയ ന്യൂനപക്ഷം ജനങ്ങൾ ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതായും ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഗാസയിലെ ജനങ്ങളെ ഈജിപ്തും ജോർദാനും ചേർന്ന് സ്വീകരിക്കണമെന്നായിരുന്നു ട്രംപിന്റെ പദ്ധതി. ഈ നിർദ്ദേശത്തോട് ഇരു രാജ്യങ്ങളും പൂർണ്ണമായും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അവർ സ്വീകരിക്കാത്ത പക്ഷം ഒരു ബദൽ സംവിധാനം ഇസ്രായേലും US ഒരുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.